പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മുടെ പെപ്റ്റോക്കിൻ്റെ 4-ാം ദിനം. ഞാനിന്നൊരു പത്രവാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വാർത്ത എനിക്ക് ലഭിച്ചത് മുനി നാരായണ പ്രസാദിൻ്റെ കൊച്ചു വലിയ കാര്യങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ്. ചിന്തിക്കുന്ന മൃഗമാണ് മനുഷ്യൻ. നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ആന്തരിക പ്രേരണയും മനുഷ്യനുണ്ട്. അതിനെയാണല്ലോ നമ്മൾ മൂല്യബോധം എന്ന് വിളിക്കുന്നത്. ജീവിതത്തിലെ ഏതു കൊച്ചു സന്ദർഭത്തെയും ഈ ശാശ്വതമായ തത്വം വെച്ചുകൊണ്ട് വിലയിരുത്താം. അപ്പോഴാണ് ജീവിതം സത്യത്തിന് നിരക്കുന്നതായി തീരുന്നത്. അതിന് സഹായിക്കുന്ന കൊച്ചു കൊച്ചു കുറിപ്പുകളാണ് ഈ ഒരു സമാഹാരത്തിലുള്ളത്. എന്തായാലും അത് പോട്ടെ, ഞാൻ പത്രവാർത്തയിലേക്ക് കടക്കാം. പത്രത്തിലൊരു പരസ്യം. എന്താണ്? കാണുവാനില്ല. ആരെ? എന്നെ. എന്തു പറ്റി? എന്നെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ചതാണ് ഞാൻ. അവസാനം കണ്ടെത്തിയപ്പോൾ അന്വേഷിച്ചിറങ്ങിയ എന്നെ കാണാനില്ല. കണ്ടുകിട്ടുന്നവർ ആരെ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്നെ അറിയിക്കണമെന്ന്. അതെങ്ങനെ? എന്നെയല്ലേ കാണാനില്ലാത്തത്? അത് സാരമില്ലത്രേ. അവരവരിലെ എന്നെ അറിയിച്ചാലും മതി. അപ്പോൾ അവരവരിലെ എന്നെയും കാണാനില്ലാതാവും. അപ്പോഴാണ് സ്വസ്ഥ ഗൃഹഭരണം. കൂട്ടുകാരെ, എനിക്കിത് വായിച്ചപ്പോൾ തോന്നി, സ്വസ്ഥം ഗൃഹഭരണം മാത്രം എന്തായാലും വേണ്ട. നമ്മൾ TCI പഠിക്കുന്നവരാണല്ലോ. TCI എംബ്ലത്തിലെ IVETN ഗ്ലോബ്, ചതുർഘടക മാതൃക, അതിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തിരയാൻ തന്നെ തീരുമാനിച്ചു. എന്നിലെ ഐനെ കണ്ടെത്താൻ. നിങ്ങളോ? എന്തു പറയുന്നു? നിങ്ങൾക്ക് നിങ്ങളെ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരിലും എത്ര ഞാനുകളുണ്ട്, അല്ലെങ്കിൽ എത്ര ഐകളുണ്ട്? നമുക്കൊന്ന് ചിന്തിച്ചാലോ? രസമല്ലേ അത്? അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം കൂടി. കൂടെ നടന്നവർ പതുക്കെ അകന്നു പോകുന്നു. അകന്നു നടന്നവർ വീണ്ടും വീണ്ടും കയ്യകലത്തിലേക്ക്. ചിരികൾ മാറി കരച്ചിലും പിന്നെ ഒരു നിർവികാരതയും നിറയ്ക്കുന്നു അവർ. അകന്നു നിന്ന് സ്വയം നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ചുറ്റും. തനിച്ചായോ? ഇല്ല, ഒരുപാട് പേർ കൂടെയുണ്ട്. പക്ഷെ മനസ്സ് അവരെ എവിടെയോ ഒളിപ്പിച്ചു വച്ചേക്കുന്നു. മനസ്സ് വെച്ചാൽ എല്ലാവർക്കും വെളിച്ചത്ത് വരാൻ കഴിയും. മുന്നോട്ടുള്ള യാത്രയിൽ ആർക്കും വരാം. എവിടെയും പോകാതെ കൂടെ നിൽക്കാം. ഇതൊക്കെ ആര് തീരുമാനിക്കും? ഞാൻ തന്നെയല്ലേ? ആണോ അല്ലയോ? 2 ചോദ്യങ്ങൾക്കിടയിലെ, അല്ലെങ്കിൽ ആണോ അല്ലയോ എന്ന ചോദ്യങ്ങൾക്കിടയിലല്ലേ നമ്മുടെ ഒരു ഈഗോ ജീവിക്കുന്നത്? ഇന്ന് ഈ ഒരു പരസ്യം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കാൻ തോന്നിയത്. എന്തായാലും ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് വിടുന്നു. നിങ്ങളുടെ ചിന്തകൾ എന്താണെങ്കിലും അതറിയാൻ ആഗ്രഹമുണ്ട്. പങ്കുവയ്ക്കുമല്ലോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.